ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് താറാവ് മപ്പാസ് ആണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ താറാവ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 3-4 വിസിലിൽ വേവിച്ചെടുക്കാം. താറാവ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക്, ഒരു 10-12 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്ത മിക്സ് നമുക്ക് സവാളയിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളകും പച്ചക്കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. പച്ചക്കുരുമുളക് ചേർത്ത് വെക്കുന്നതാണ് താറാവ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ആവശ്യത്തിന് കറിവേപ്പില, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ താറാവ് വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലിപ്പോൾ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായി മസാല വഴറ്റിയെടുക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.